മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച വിദ്യാർത്ഥികൾക്ക് വിട ചൊല്ലാൻ ജന്മനാട്. കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്നത്. സുഹൃത്തുക്കളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ച് ഇന്നലെ മിന്നലേറ്റ് മരിച്ചത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഏറ്റവും ദാരുണമായ സംഭവമാണ്. ഈ വേനലവധിക്ക് ഒരുമിച്ച് കൂടിയതാണ്, സഹപാഠികളാണ്, വിദ്യാർത്ഥികളാണ്. അതിൽ 7 പേർക്കാണ് പൊള്ളലേറ്റിരുന്നത്. 4 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ സാഹചര്യം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നാട് അന്ത്യയാത്ര ചൊല്ലുകയാണ്. നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് അല്ലേ സോണൽ? സ്മൃതി, കണ്ണു നിറയാതെ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഓരോ മനുഷ്യനും കണ്ണു നിറഞ്ഞല്ലാതെ ആ 4 കുട്ടികളെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വെള്ളില ഗ്രാമം അങ്ങനെ എല്ലാവരും, ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്ര ചൊല്ലാനായി കൊടുക്കാനായി ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ പ്രായഭേദമന്യേ ചെറിയ അവരുടെ ഒറ്റ സുഹൃത്തുക്കളുണ്ട്, അവരുടെ അനിയന്മാരുണ്ട്, അവരുടെ ജ്യേഷ്ഠന്മാരുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിൽ പരസ്പരം അറിയുന്നവരാരാണോ അവരെല്ലാം തന്നെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കണ്ണീരോടുകൂടി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഏറെ വിഷമത്തോടെ അല്ലാതെ ഒരു മനുഷ്യനും നോക്കിക്കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് നമ്മെ വിട്ടിപ്പോൾ പിരിഞ്ഞിട്ടുള്ളത്. ഏറെ ദയനീയമായിട്ടുള്ള സംഭവം എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ സായാഹ്നം അവർ ഒരുമിച്ച് 7 പേര് തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു സ്ഥലത്തേക്ക്, കുരങ്ങൻ മലയിലേക്ക് ചെന്നതാണ്. അവിടെ അവരെല്ലാവരും ഒരുമിച്ച് ആ സായാഹ്നം ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ മഴയിൽ നിന്നൊക്കെ മാറി കൊട ചൂടി ആ മരത്തിൻ്റെ തണലിൽ അങ്ങനെ ഇരിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ആ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ആ 7 പേർക്കും പരിക്കേറ്റ് അതിലൊരാൾ താഴേക്ക് തെറിച്ചു വീഴുന്ന സംഭവം വരെ ഉണ്ടായി. ഏകദേശം മഴ മാറിയതിന് ശേഷം അതുവഴി പോയ ഒരു ചായക്കടക്കാരനാണ് ഈ കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അവിടെ എത്തി നാട്ടുകാരെ വിളിച്ചുകൂട്ടി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആദ്യം 6 പേരെയാണ് ആ പരിസര പ്രദേശത്ത് കണ്ടത്. 6 പേരെയും ആശുപത്രിയിൽ എത്തിച്ച് അതിലൊരാളാണ് പറയുന്നത് ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു എന്നുള്ളത്. അതിനെ തുടർന്നാണ് പിന്നീട് ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. സോണൽ കൃഷ്ണ, 4 സുഹൃത്തുക്കളാണ് ഒരേ ദിവസം മിന്നലേറ്റ് പൊലിഞ്ഞത്.